എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു കിടക്കാച്ചി മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസാണ്. ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 5. സോ ഗൈസ്, ഇന്ന് നമുക്ക് പോയിട്ട് നമ്മുടെ ഡ്രാഗനെ കൊല്ലണം. എന്നിട്ട് നമുക്ക് എലൈറ്ററും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആർമറും കാര്യങ്ങളൊക്കെ എൻജാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊട്ടക്ഷൻ ഫോറും അൺബ്രേക്കിംഗ് മാത്രമൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ആർമറും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതായിരിക്കും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മൾ എൻട്രപ്പേഴ്സും കാര്യങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്തത്. ബ്ലേസ് റോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി മുമ്പ് പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതല്ലാണ്ടും കുറേ എണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ 19 എണ്ണം ഉണ്ട്. ആൻഡ് ഗോൾഡൻ ക്യാരറ്റും നമുക്ക് എടുത്തേക്കാം. പിന്നെ കുറച്ച് പൊട്ടാറ്റോയും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. ആദ്യം തന്നെ പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഗൈസ്, ഞാനിത് എവിടെയായിട്ട് നമ്മൾ ഒരു എൻട്രപ്പേളും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡറിനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവൻ്റെ പേരെന്താണ്, ക്ലർക്ക് അങ്ങനെ എന്തോ ആണ് ഇവൻ്റെ പേര്. മറ്റേ ബ്രൂയിങ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുള്ളവൻ. ആൻഡ് അവനാണ് ഇവൻ. പിന്നെ ഇവൻ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ആൻഡ് ഇപ്പോൾ അത് ഇവൻ ബോട്ടിൽ ഓഫ് എൻചാൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തരും. നമുക്ക് മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവൻ്റെ അടുത്ത് വരാം. ആൻഡ് ഗൈസ്, നമ്മളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 14 എൻട്രപ്പേളായിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ മതി. എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ആൻഡ് ഇവൻ്റെ ഇനി ട്രേഡ് അൺലോക്ക് ആയാലേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും ബാക്കി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, നമുക്ക് എന്തായാലും കുറച്ച് ലാവ ഒബ്സീഡിയും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യണം. നമുക്ക് എൻഡർ ചെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ്. അപ്പം തന്നെ ലാവയ്ക്കകത്ത് പോയേനെ. ആൻഡ് എൻഡർ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി സെറ്റാക്കണം. സോ എന്തായാലും ഞാൻ കുറച്ച് ഒബ്സീഡിയനും കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻ ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ഒബ്സീഡിയനും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് റെൻഡർ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത്തിരി കുറയ്ക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ട്രേഡിങ് ഹാളിൻ്റെ അകത്തോട്ടേക്ക് ഒന്ന് പോകണം. നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാനായിട്ടുണ്ട്. ബാക്കി എൻട്രപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാം. ആൻഡ് ഇവൻ ഇത് അൺലോക്ക് ആക്കിയിട്ടില്ലല്ലോ. അയൺ കോലം, മിസ്റ്റർ അയൺ കോലം, ഞാൻ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. സോ ഈ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ നീ എന്നെ നോക്കണം. ഞാൻ അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നെ ഈ ഒരു വില്ലേജ് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിന്നെ വേണ്ടി നിർത്തിയിരിക്കുന്നത്, ഇതുവരെ കൊല്ലാത്തത്. അഥവാ ഞാൻ വരുമ്പോഴേക്കും ഈ വില്ലേജ് കേട് വന്നാൽ പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല, കേട്ടല്ലോ. ആൻഡ് ഇവിടെയൊക്കെ മൊത്തം സൂക്ഷിക്കണം, കേട്ടല്ലോ. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ശരി, എന്നാൽ ഞാൻ പോണേ. ആൻഡ് പ്രാർത്ഥിക്കട്ടാ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി എന്തായാലും നമ്മുടെ എൻട്ര ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഒരെണ്ണം തന്നെ മതി ഗൈസ് നമുക്കിപ്പോൾ. ആൻഡ് ഇനി ഈ ഒരു സാധനത്തിനെടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ചുറ്റിനും ഈ ഒരു ഒബ്സീഡിയൻ വെച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. യെസ്, ഓക്കെ. നമ്മുടെ എൻട്ര ചെസ്റ്റും കാര്യങ്ങളൊക്കെ അതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് നിറയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മളത് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ മതിയെന്ന് തോന്നുന്നു. നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രൂസിൻ്റെ തടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പേരിടുന്നില്ല. കാരണം ഇന്ന് നമ്മൾ വലിയൊരു സാധനം കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവന്മാരെയൊക്കെ പേരിടാം. പിന്നെ നമുക്ക് നെയിം ടാഗും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു മുട്ടയും കൂടി എടുക്കാം കേട്ടോ. ആൻഡ് ഇവന്മാരെ 2 പേരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ആൻഡ് ഇനി നമുക്ക് വേറെ ഒന്നും എടുക്കണ്ടില്ല എന്നാണ് തോന്നുന്നത്. സോ ഇനി എന്തായാലും നമുക്ക് ഫസ്റ്റ് എൻട്രപ്പേളും കാര്യങ്ങളൊക്കെ എറിയാം. വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇനി മറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതാണ്. ആൻഡ് 2 ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് പോകാം. ബോട്ടിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. നമ്മൾ കടലിൻ്റെ നടുക്കിലായാലും ചില സൈഡിലൊക്കെ ജാവ എഡീഷനിൽ ഉണ്ടാവുക. സോ ഇനി എന്തായാലും നമുക്ക് ഇതൊന്ന് എറിഞ്ഞ് നോക്കാം. ആൻഡ് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എറിയാം. ഓക്കെ ഓക്കെ എങ്ങോട്ടാ? ഓക്കെ, ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് ഓക്കെ, പൊട്ടിയില്ല. ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരെ നടക്കാനായിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഞാൻ സ്ട്രോങ് ഹോൾഡും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഗൈസ്, നമുക്കിത് ഇവിടെയായിട്ട് ഒരു റൂയിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് നോച്ച് ആപ്പിൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഓക്കെ
ഒരു ഗോൾഡൻ ആപ്പിളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതെന്തായാലും കാര്യമായി. ചാവാറാകുമ്പോൾ നമുക്കിതിടാം. ആൻഡ് ആർമറും കാര്യങ്ങളും അതാണ്. ഒരു ലോഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ട്, അതെടുക്കാം. പിന്നെ ഫയർ ചാർജ് വേണ്ട. ഓക്കെ, എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ 5-10 മിനിറ്റായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടില്ല. കുറേ ദൂരം ഇനി നടക്കാണ്ട് തോന്നുന്നു. ഗൈസ്, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ന്യൂ വേരിയൻ്റ് ആയിട്ടുള്ള പിഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, നമ്മളിത് ജംഗിളിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയുണ്ട് കേട്ടോ. എൻ്റെ ഉറങ്ങാൻ നോക്കുകയാണെങ്കിൽ ഉറങ്ങാനായിട്ട് ഇത്രയും നേരം പറ്റുന്നില്ല. ചാറ്റ് നോക്കിയാലായിട്ട് മനസ്സിലാവും. ഉറങ്ങാനായിട്ട് പറ്റണ്ടേ, എന്ത് ചെയ്യാനാണ്. ആൻഡ് ഇനിയും നമുക്ക് കുറേ ദൂരം നടക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അറിയില്ല, ഇനി കടലിൻ്റെ ഉള്ളിലാണോ എന്നും അറിയാനായിട്ട് പറ്റില്ല. സോ ഇനി എന്തായാലും നമുക്ക് അടുത്ത എൻട്രപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. എന്തിയടേ പൊട്ടിയ ബാക്കിക്ക് പോയി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വന്നോ? ഇനി അപ്പുറത്തൊരു കടലുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ടാണ് വന്നത്. സോ എനിക്ക് തോന്നുന്നത് ആ കടലിൻ്റെ അകത്താണെന്ന്. നമ്മളൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, എൻട്ര എവിടെ ആ പൊട്ടിയതെന്ന് തോന്നുന്നു. ആൻഡ് ഇതെവിടെയാടേ? മിക്കവാറും ആ കടലിൻ്റെ അകത്ത് ആവും. കാരണം അത് നല്ല വലിയൊരു കടൽ പോലുള്ളൊരു സ്ഥലമാണ്. ആൻഡ് ഈ വള്ളിയിലൂടെയൊക്കെ പിടിച്ച് കയറാനാണ് ഇത്തിരി പാട്. ഗൈസ്, ഞാൻ എത്ര തവണ ചാവുന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മുടെ ആർമറിനകത്ത് പ്രൊട്ടക്ഷൻ 4 മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ജാവ എഡീഷൻ്റെ അകത്ത് ഒരു ഡ്രാഗനെ കൊല്ലാനായിട്ട് പോകുന്നത്. സോ അതൊന്നും എനിക്കറിയില്ല. ആൻഡ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു. അത് പൊട്ടി. ഇനി അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സ്ഥലം എത്തിയ ഇനി ഇവിടുന്ന് എറിയണോ, ഇനി അടുത്തത് പൊട്ടുമോ? ആൻഡ് ഇവിടെ ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ ഒന്ന് എറിഞ്ഞ് നോക്കാം. ആൻഡ് ഇവിടെ ഇതായി പോകുന്നു. സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എവിടെയോ ആണ്. നമുക്ക് ആദ്യം തന്നെ എൻട്രയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. നമുക്ക് എൻട്രപ്പേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ഇതാക്കുന്നില്ല. എവിടെ അത് പൊട്ടിയെന്ന് തോന്നുന്നു. എന്താടെ എല്ലാം പൊട്ടുന്നു. അടുത്തത് എറിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ തോന്നുന്നു നമുക്ക് കുഴിക്കാനായി എന്ന്. അതോ ഇനിയും പോകണോ? ഒരു തവണയും കൂടി എറിഞ്ഞ് നോക്കാമല്ലേ? ഓക്കെ, ഒരു തവണയും കൂടി എറിയാം. എനിക്ക് തോന്നുന്നു ആ കടലിൻ്റെ അകത്താവുന്നു. അല്ല ഗൈസ്, അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. സോ നമുക്ക് കുഴിക്കാനായിട്ട് തുടങ്ങാം. അവിടെ എവിടെയോ പൊട്ടി. അത് പൊട്ടി. ഇല്ല, ഇതാ കിടക്കുന്നു. ആൻഡ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ടേക്ക് ആണ് വന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുഴിച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ചടുമ്പോൾ മോപ്സ് ഒന്നും ഉണ്ടാവരുത്. ഓക്കെ, മോപ്സ് ഒന്നും ഇല്ല. ആൻഡ് ഇനി നമുക്ക് ആ പോർട്ടൽ റൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. ഇവിടെ ആയിട്ടൊന്നുമില്ല. ആൻഡ് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു കേവിൻ്റെ അകത്താണല്ലേ? അതെന്തായാലും നല്ല കാര്യമായി. കാരണം കടലിൻ്റെ അകത്തൊന്നുമല്ലല്ലോ. ആൻഡ് ഈ ഒരു ഡോറ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടേക്കൊന്നുമില്ല. ഇനി ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് പോകണോ? ഈ ഒരു ഭാഗത്തോട്ടേക്ക് പോയി നോക്കാം. ഇപ്പുറത്തും പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങോട്ടേക്ക് വഴിയുണ്ട്. അങ്ങോട്ടേക്ക് ആദ്യം പോയി നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ വഴിയുണ്ടല്ലോ ഡേ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്കൊരു വഴി. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ പോവുക. ഇവിടെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാലോ? ഓക്കെ, അവിടെയൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എന്തെങ്കിലും ചെസ്റ്റോ അല്ലെങ്കിൽ ലൈബ്രറിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമുക്കിത് ഇവിടെ ആയിട്ടൊരു ലൈബ്രറിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റിനകത്ത് അൺബ്രേക്ക് എഫിഷ്യൻസി 3,
നൈസ്. നമുക്ക് ഇതിനകത്ത് ഇടാം. പിന്നെ ഒരു ടെംപ്ലേറ്റും കാര്യങ്ങളും കിട്ടി, ഒരു കോമ്പസ് ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അത് വേണ്ട, നമുക്ക് പിന്നെ വന്നിട്ട് ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ചെസ്റ്റും കൂടി ഉണ്ടാവുണ്ടല്ലോ, അതെവിടെയാണാവോ. ആൻഡ് ഇനി നമുക്ക് പോയി നോക്കാം. ആൻഡ് അടുത്തത് ജസ്റ്റ് ഡയമണ്ട്സ്, 2 ഡയമണ്ട് കിട്ടി. അയൺ പിക്കാക്സ് വേണ്ട. ആൻഡ് ബാക്കിയൊക്കെ ചവർ തന്നെ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറൊന്നും വരില്ലല്ലോ അല്ലേ. ഓക്കെ, അടുത്തൊരു ചെസ്റ്റ് അല്ല, അതിന് മുന്നേ ദേ നമ്മുടെ സംഭവം ഇരിക്കുന്ന ഈ ഒരു സ്പോണർ ആദ്യം പൊട്ടിച്ച് കളയുക. എന്നിട്ട് ഈ ഒരു സിൽവർ ഫിഷിനെ നമുക്ക് കൊല്ലണം. ഒറ്റ വെട്ടിന് തീർക്കണം, അല്ലെങ്കിൽ അത് ഇനി സ്പോണാവും. ഓക്കെ, 1 2 3 ഓക്കെ. ആൻഡ് ഓക്കെ, ഒറ്റ വെട്ടിനെ തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കുന്ന, അതായത് സ്പാം ചെയ്യാതെ ഇരുന്നാൽ മതി. ആൻഡ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 3 ഐ ഉണ്ട് എന്തോ ഭാഗ്യത്തിന്. സോ ഇതൊന്ന് വയ്ക്കുക നമുക്ക്. ആൻഡ് ഇനി നമുക്ക് 3 എണ്ണം കൂടി വേണം. അത് നമുക്ക് എന്തായാലും കളക്ട് ചെയ്യാം. അയ്യോ, ഇനി എന്താവോണാവോ. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ഈസി ആണെന്നാണ് തോന്നുന്നത് ജാവയ്ക്കകത്ത്. ആൻഡ് നമുക്ക് അതിന് മുമ്പ് ഒരു പരിപാടി ചെയ്യാം. ഇവിടെ അല്ലേ, നമ്മൾ ഇവിടെയും കൂടി ഈ ലാവ മൊത്തം ഒന്ന് അടയ്ക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ഇതടഞ്ഞില്ലേ? ഓക്കെ, അതടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെഡ് ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് റീസ്പോൺ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എൻ്റർ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ലോഡ് സ്റ്റോൺ എടുക്കണം. ലോഡ് സ്റ്റോണും ഒരു കോമ്പസും എടുത്തതിന് ശേഷം ഇവിടെ വെക്കുക നമ്മൾ. പിന്നീട് നമുക്ക് നമ്മുടെ ഈ സംഭവം, അതായത് നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സംഭവം ഇവിടെ വേണം. ഇനി നമുക്ക് ഇൻവെൻട്രി ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്തിരിക്കട്ടെ. അല്ലെങ്കിൽ നമുക്കൊരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാലോ, അതായിരിക്കും ഇത്രയും കൂടി നല്ലത് എന്ന് തോന്നുന്നു. സോ കുറച്ച് തടി എടുത്തിട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഇതൊന്നും ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു എൻ്റർ പോർട്ടലും കാര്യങ്ങളൊക്കെ ലൈറ്റ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുണ്ട് അല്ലേ സംഭവം. ഇത് ഇവിടെ ഇരിക്കട്ടെ. പറയാനൊന്നും കിട്ടുന്നില്ല, ടെൻസ്ഡായിട്ട്. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ഇത് ലൈറ്റ് ചെയ്യാം. 1 2 ആൻഡ് 3. ഓക്കെ, അതെന്തോ ബഗ്ഗടിച്ചതാണ്. ആൻഡ് നമ്മുടെ ഇൻവെൻട്രി കാര്യങ്ങൾക്ക് ഒന്നും കൂടി ഉറപ്പല്ലേ എന്ന് വെക്കുക. നമ്മുടെ ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഇവിടെ ഇരിക്കട്ടെ, ആരോസ് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ബോ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവരും ബിൽഡപ്പ് ചെയ്തിട്ട് തന്നെ ഇതാക്കുക. ഹാർട്ടും കാര്യങ്ങളൊക്കെ ഫുള്ളാക്കുക. ആൻഡ് ചാടല്ലേ. ഡ്രാഗൺ ഈസിയാണ് എന്നാണ് തോന്നുന്നത്. അതെ, ഈസി തന്നെയാണ്. സോ ഞാൻ എന്തായാലും ചാടാൻ പോവുകയാണ്. അതിന് മുമ്പേ തന്നെ നമ്മുടെ റീപ്ലേ മോഡൊന്ന് സെറ്റാക്കാം. ഓക്കെ, ആൻഡ് ഇനി ചാടി കൊടുക്കാം. അതെ, എന്തെന്താ ഇത്ര നേരം ലോഡിങ്ങിന്. ഓക്കെ, നമ്മൾ എൻഡിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇത് പൊട്ടിച്ചിട്ട് മേലോട്ടേക്ക് പോവുക. നമ്മുടെ എൻ്റർമാനെ നോക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതെ, എൻ്റർമാനെ മാക്സിമം നോക്കാതിരിക്കാനായിട്ട് നോക്കാം, അതേ നടക്കുള്ളൂ. നമ്മുടെ കർവ്ഡ് പംകിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റർ പാക്കൊക്കെ കാര്യങ്ങളൊക്കെ ഇനി ഡൗൺലോഡ് ചെയ്തിട്ട് വേണം. അതൊക്കെ ഇനി എപ്പോൾ ആവാനാണാവോ. ആൻഡ് നമ്മൾക്ക് ഇനി ഓക്കെ, മുകളിലത്തെ ഭാഗം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇതാക്കി വയ്ക്കുക, പെട്ടെന്ന് ഓടിച്ചേടി കയറാനായിട്ട്. ആൻഡ് ഇവിടെ അടയാളത്തിന് വേണ്ടി 2-3 സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഇതേ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ. അയ്യോ, തുടക്കം തന്നെ എങ്ങനെയാണല്ലോ. ഓടിക്കോ അതിൻ്റെ അകത്തോട്ടേക്ക് ഓടിക്കോ. നമ്മുടെ കയ്യിൽ ലൂട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ എൻഡർ പേൾസും കാര്യങ്ങളൊക്കെ ഇവന്മാരിൽ നിന്ന് നിറയെ കിട്ടിക്കോളും. പിന്നെ നമുക്ക് MLG നടക്കാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എൻഡർ പേൾസ് തന്നെ യൂസ് ചെയ്യാം. അതായത് മറ്റേ പറപ്പിച്ച് അങ്ങ് വോയിഡിലൊക്കെ ഇട്ട് കയറിയില്ലേ, ആ സമയത്ത് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ ഒരു ക്ലച്ച് നടന്നില്ല. ഞാൻ നേരെ മുന്നോട്ട് വീഴുകയും ചെയ്ത്. മറ്റേ ഈ ഡ്രാഗനെയും കൊണ്ടാണെങ്കിൽ
ഡ്രാഗനാണോ അത് എൻഡർമാനാണോ അത്? അയ്യോ അയ്യോ അയ്യോ, ഞാൻ എൻഡർമാൻസിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്രാഗന് വലിയ സീനില്ല തോന്നുന്നു. ഈ എൻഡർമാൻസാണ് എല്ലാത്തിനും ആകപ്പാടെ കുഴപ്പമായിട്ടിരിക്കുന്നത്. നമ്മുടെ ഹാർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കുറയാനായിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ഓരോരോ ക്രിസ്റ്റൽസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോരോ പൊട്ടിക്കുന്ന ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാ ക്രിസ്റ്റൽസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡ്രാഗനും കാര്യങ്ങളൊക്കെ ഇവിടെ നിലത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഡാമേജും കാര്യങ്ങളും കൊടുക്കാം. ഈ രണ്ടെണ്ണം അടിച്ചെടുക്കുക, അവൻ തന്നെ പോയല്ലോ. ആൻഡ് ഈ ജാവയ്ക്കകത്ത് ഭയങ്കര സ്ലോ ആണല്ലോ, നമ്മുടെ ഷാർപ്നെസ്സും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാവും നമ്മൾക്കങ്ങനെ തോന്നുന്നത്. ആൻഡ് ഇനിയൊരു ക്രിസ്റ്റൽസും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, ഞാൻ ഇവനൊന്ന് പകുതിക്കാക്കട്ടെ ഹെൽത്ത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. കുറേ നേരം കൊണ്ട് നമ്മൾ ഡ്രാഗൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ പകുതിക്കാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൻ്റെ ഹെൽത്ത് പകുതിനേക്കാളും കുറഞ്ഞ് ഒരു പൊടിക്കും കൂടി ഉള്ളൂ. 2-3 തവണയും കൂടി അവൻ നിലത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീർന്നു ഗൈസ്. ഇപ്പോൾ അവൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഷോഡ് മാറ്റി ടാക്സ് ആക്കിയിട്ടുണ്ട്. അയ്യോ അയ്യോ അയ്യോ, ആരുടെ എന്നെ അടിക്കുന്നത്? അവൻ വന്നില്ല, അവൻ വന്നിട്ട് തന്നെ വെറുതെ തുപ്പിയിട്ട് പോയി ഗൈസ്. നീ അടുത്തതാണ് വാട്ട, ഞാൻ അടുത്തത് കാണിച്ചു തരാം, വാ വാ വാ. ഇവർ പിന്നെ ഒബ്സീഡിൻ്റെ അകത്ത് കൂടെയൊക്കെ പോകാൻ പറ്റുന്നത് വേറൊരു അനോയിങ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പില്ലർ ചെയ്യുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ചങ്ങോട്ട് ഇതാക്കും നമ്മുടെ വോയിഡിലോട്ടേക്ക്. അങ്ങനെ 2 തവണ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 1 തവണ ആക്കുന്നത് മറ്റേ റെക്കോർഡായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് ഇതെന്താ മറ്റേ ഡ്രാഗൻസിൻ്റെ ബർത്താണിത്. ഓക്കെ, അത് പോയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ പാക്സ് കൊണ്ട് ആക്കുമ്പോൾ തന്നെ അവന് കൂടുതൽ ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ജാവ എഡിഷൻ്റെ പ്രത്യേകതയാണ്. സോഡിനേക്കാളും കൂടുതൽ ഡാമേജ് ആക്സിനാണ്. സോ ഞാനിപ്പോൾ ആക്സ് വെച്ചിട്ടാണ് കുറേ നേരം കൊണ്ടായിട്ട് അടിക്കുന്നത്. ആൻഡ് പെട്ടെന്ന് വാടേ, കുറേ നേരമായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ 15 മിനിറ്റിന് മേലെയായിട്ടുണ്ട്. ആൻഡ് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഡ്രാഗ ഒന്ന് വായോ, നിന്നെ കൊന്നിട്ട് വേണം അടുത്തത് നമുക്ക് എലിവേറ്റർ എടുക്കാൻ പോകാൻ. ഒന്ന് വാ പെട്ടെന്ന്, എവിടെ കിടക്കിടയ്ക്ക് മാഞ്ഞു പോണ്. ആൻഡ് ഗൈസ്, നമ്മൾ റീപ്ലേ മോഡും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ റീപ്ലേ മോഡിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതും കൂടി നോക്കുക. ഞാൻ റീപ്ലേ മോഡിനെ പറ്റി വലുതായിട്ടൊന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റി പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഡ്രാഗൻ്റെ അടുത്തതായിട്ട് ദേ വരുന്നുണ്ട്. ആൻഡ് എൻഡർമാൻ്റെ കണ്ണിക്ക് നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ അവൻ പിന്നെ എന്നെ അടിക്കാനായിട്ട് വരും. ആൻഡ് ഇനി ഇതവൻ്റെ അവസാനത്തെ വരവാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ, കുറച്ചും കൂടി പോവല്ലടാ പ്ലീസ്. അയ്യോ, അവനെ ഇനി 1 തവണയും കൂടി വന്നാൽ മതിടാ. നീ 1 തവണയും കൂടി വന്നാൽ മതി, നിൻ്റെ കാര്യം കഴിഞ്ഞ്. 1 തവണയും കൂടി വന്നാൽ മതി. വാ വാ വാ, പെട്ടെന്ന് വാ. നീ പറന്ന് കളിക്കാൻ്റെ വാടാ. വരുന്നുണ്ട്. അയ്യോ, എന്തോരം എൻഡർമാനായിട്ട്. ഇടേ എൻഡർപോലെ പെട്ടെന്ന് ഇത് പോയ. ഓ നോ, സംഭവം അവനെ പറപ്പിച്ച് കേട്ടാ. നല്ലതായിട്ട് പറപ്പിച്ചെന്നെ. ആ പറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവനെ കൊന്നേനെ. ഇത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് പറ്റിക്കും കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കറങ്ങിയിട്ട് അവൻ പിന്നെ അങ്ങനെ തന്നെ പോവും. അങ്ങനെ എന്നെ പറ്റിക്കും. അയ്യോ, ഫയർബോൾ, മറ്റേ ഫയർബോളല്ലല്ലോ, ബ്രത്ത് ഡ്രാഗൻ്റെ. ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കാനും പറ്റില്ലല്ലോ, നമ്മൾ പുറകിൽ പോയിട്ട് അടിക്കേണ്ടി വരുന്നാണ് തോന്നുന്നത്. ആൻഡ് വരുന്നുണ്ട്. ഇത് പറ്റിക്കില്ല, കാരണം താഴോട്ടേക്കാണ് വന്നത്. ആൻഡ് സോഡ് വെച്ചിട്ട് ഒരടിയും കൂടിയും കഴിഞ്ഞ് അതന്നെ. അങ്ങനെ നമ്മൾ ജാവ എഡീഷൻ്റെ അകത്ത് നമ്മുടെ ഡ്രാഗനെ
കൊന്നിട്ട് ഇത്രയും നേരം ആക്സ് കൊണ്ട് അടിച്ചെങ്കിൽ അവസാനം ഞാൻ നമ്മുടെ സോഡോൻ തന്നെ അടിച്ച് കൊന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ എക്സ് പി ഒന്നും ഇല്ലേ? എക്സ് പി കാണാനില്ലല്ലോ. സോഡിയത്തിൻ്റെ അകത്ത് ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് പിയും കാര്യങ്ങളൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്, അതേ പാർട്ടിക്കിൾസ്. ആൻഡ് ഇനി നമ്മുടെ പോർട്ടൽ എവിടെയെന്ന് കണ്ടുപിടിക്കണം. പിന്നെ നമ്മുടെ ഡ്രാഗൻ്റെ എഗ്ഗും കാര്യങ്ങളൊക്കെ എടുക്കണം. സോ ഇനി എന്തായാലും നമ്മൾ ഇനി ബേസിലോട്ടേക്കൊന്നും പോകാനായിട്ട് നിൽക്കുന്നില്ല. നമ്മൾ നേരെ ഇനി മറ്റേ ഷിപ്പൊന്ന് തേടി പോവുകയാണ്. സോ ഇനി എന്തായാലും നമുക്ക് അവിടോട്ടേക്ക് പോവാം. ഓക്കെ, നമുക്കിത് നമ്മുടെ പോർട്ടലിൻ്റെ അകത്തോട്ടേക്ക് കയറാം. ഓക്കെ, എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്നത് തന്നെ നിനക്ക് തോന്നിയുള്ളൂ, അതും ഒരുപാട് സ്ഥലത്ത്. ആൻഡ് ഇനി നമുക്ക് റീപ്ലേ മോഡും കാര്യങ്ങളൊക്കെ ഓഫാക്കാം. ഇനി നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്ന് നന്നായിട്ട് അതിന് കൂട്ടണം. റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളുടെ സ്ഥലം തേടി പോകാം. ഞാൻ ഇപ്പോൾ 17ാമത്തെ ചങ്കിലാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിലെന്താ അത്? മറ്റേ സംഭവമാണോ? ഷിപ്പല്ല, എൻസിറ്റി ഷിപ്പുണ്ടോ അതിൻ്റെ അകത്ത്? ഷിപ്പ്, ഇതേ ഷിപ്പ്. യെസ്, നമുക്കങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടുത്താണ്. നമ്മളിപ്പോൾ 17 റെൻഡർ ഡിസ്റ്റൻസിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. സോ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യില്ല, നമ്മുടെ കയ്യിലുണ്ട് സംഭവം. നമുക്ക് പോവാം. എന്തായാലും നല്ല അടുത്ത് തന്നെ കിട്ടി. നമ്മുടെ പോർട്ടൽ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നല്ല അടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നന്നായിട്ട് തന്നെ കുറച്ച് തന്നിട്ടുണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യമായി. നമ്മുടെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. അത് ഇനി എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട്. അവിടെ ആയിട്ടാണ് നമ്മുടെ ഇത്. നമുക്ക് ഫസ്റ്റ് തന്നെ എലൈറ്ററയും കാര്യങ്ങളൊക്കെ എടുക്കാം. ആൻഡ് ഇത് ഇത്തിരി ടാസ്ക് ആണല്ലോടെ, ഇത്തിരി ടാസ്ക് ആണിത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ആൻഡ് ഇതേ ശർക്കർ, അയ്യോ ദേ കൊല്ലല്ലേടേ, പാർപ്പിക്കുന്നുണ്ട്. അതന്നെ ദ സിറ്റി അറ്റ് ദ എൻഡ്, അതന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് മാക്സിമം ഇത് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ മുകളിൽ എവിടേക്ക് പോവാം എലൈറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ അതും നടക്കില്ല. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ തന്നെ കയറി പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവ അങ്ങനെ പറപ്പിച്ച് വിടുമോ? അയ്യോ പണി. ഫെദർ ഫാളിങ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയും അതിൻ്റെ അകത്തോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് നോക്കണം ഫസ്റ്റ് തന്നെ. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇവന്മാർ ഈ ലിമിറ്റേഷൻ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിലോട്ടേക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ പറന്നു പോകാനായിട്ട് പറ്റുമോന്നാവോ? അതും നോക്കണം. അതും ഇത്തിരി റിസ്ക്കിയാണ്. വോയിഡിലോട്ടേക്ക് പോയാൽ പിന്നെ പോയി. ഇൻട്രപ്പുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. ആൻഡ് ഇത്രയും നേരമായിട്ട് ഒരാളും അടിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. എന്ത് ചെയ്യടേ ഇത് ഇത്രയും ദൂരെത്തിയിട്ട്? ഇത് അത്യാവശ്യം വലിയൊരു എൻസിറ്റി കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരു സ്റ്റേക്ക് ശൾക്കർ ഷെല്ലെങ്കിലും കിട്ടും ഇതിൻ്റെ അകത്തുനിന്ന്. ഇനി എൻസ്റ്റോണേ ഉള്ളത്. നമ്മുടെ പ്ലാങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി ഇങ്ങനെ പോവാം. ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ലൈഫ് ഹാർട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് അടിക്കണം. നീ തുറ. ടെലിപ്പോർട്ടായി. ആൻഡ് ഇനി ഇത് ഇവിടുന്ന് ഇങ്ങനെ ലാഗും അടിക്കുന്നുണ്ട്. ടെലിപ്പോർട്ടായി ബാക്കിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. തുറക്കട നീ. തുറന്നാൽ ചത്തിട്ടുണ്ട്. അവൻ ഷെല്ലും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഷെല്ലാണത്. ഇനി ഇതിനിങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ എലൈട്രയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഒരു ഷൾക്കാറുണ്ടല്ലോ, എല്ലാവിടെയും ഷൾക്കാറാണല്ലോ. അതേ ഇവിടെ എലൈട്ര ഇല്ലേ ഇതിനകത്ത്? ഹലോ എലൈട്രഞ്ചി, അത്
ഐറ്റം ഞാനാണെങ്കിൽ ഒരു ഐറ്റം ഫ്രെയിം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഇട്ടിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അത് ഇലക്ട്രിക്കും കൂടി മരിഞ്ഞ് കളഞ്ഞത് കണ്ടില്ലേ. ആൻഡ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഡയമണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്. അതെന്തായാലും നന്നായി. ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ഹെൽമെറ്റ് ഇരിക്കട്ടെ. ഇതിനകത്ത് ഷാർപ്നെസ് വൈസ് വോട്ട് നൈസ്, അതിനകത്ത് ഇരിക്കട്ടെ. ആൻഡ് ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലൈയും കാര്യങ്ങളും ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഹെഡ് എടുക്കുന്നതിന് മുമ്പ് ഇവനെയും കൂടി ഒന്ന് അടിച്ചു കൊല്ലാം. എന്നിട്ട് നമുക്ക് മാക്സിമം ശൾക്കർ ഷെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. ഇതെന്താണ് ഇത് പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിലത്ത് വീഴുമ്പോൾ കുഴപ്പമില്ല, അടുത്തവൻ പറപ്പിച്ച അതിൻ്റെ ഇടയിൽ കൂടെ. ഇവനൊക്കെ എവിടെ നിന്നാണ് അടിക്കുന്നത്? കാണാൻ പോലും ഇല്ല. ഇന്ത്യയുടെ അത് നിലത്ത് വീഴരുത്. ഓക്കെ, വലിയ കുഴപ്പമുണ്ടായില്ല. ഇനി ഈ ഒരു ഡ്രാഗൻ്റെ ഹെഡും കൂടി എടുക്കാം. ഈ ഒരു എൻഡ് റോഡൊക്കെ മാറി ഡ്രാഗൻ്റെ ഹെഡും കൂടി എടുത്തിട്ട് നമുക്ക് ബാക്കി ശൾക്കർ ഷെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കണം. പിന്നെ ഗൈസ് ഇവിടെയൊക്കെ നല്ല മഴയാണ്. സോ ഓഡിയോനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. നല്ല മഴയായതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. ഇനി ഇതിവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഹെഡ് എടുക്കുക. ഓക്കെ, ഇനി എന്തായാലും ഞാൻ മാക്സിമം ഷൾക്കറിനെയൊക്കെ ഒന്ന് ഇതാക്കട്ടെ. ഷൾക്കർ ഷെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ ഗൈസ്. നമ്മുടെ ഷെല്ലും അതായത് ഷൾക്കേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാതും തീർന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഇനി എന്തായാലും നമുക്ക് താഴോട്ടേക്ക് എൻ്റർപേൾ ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം നമുക്ക് എന്തായാലും ഇപ്പം തന്നെ 57-59 സംതിങ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ XP നോക്കുകയാണെങ്കിൽ 100-100ൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ബേസിലോട്ടേക്ക് പോവാം. സോ ഇനി എന്തായാലും ഞാൻ ബേസിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ വീട്ടിലോട്ടേക്ക് പോകാനായിട്ട് ഇതിൻ്റെ അകത്ത് ചാടുക. ഓക്കെ, ചാടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സംഭവം ഞാൻ ജാവ എഡീഷൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റ് ജാവ എഡീഷൻ. അതെ, മൈൻക്രാഫ്റ്റ് ജാവ എഡീഷൻ. ആൻഡ് ഇതിൻ്റെ അടുത്ത് ടെസ്റ്റിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? ചെയ്ത പ്ലെയർ ഇതേ സെയിം ടെസ്റ്റ് തന്നെയല്ലേ മറ്റേ ബെഡ്റോക്കിൻ്റെ അകത്തും കൊടുത്തുന്നത് ആണെന്ന് തോന്നുന്നു. സോ അതെന്തായാലും മൊത്തം കാണാനായിട്ട് സമയമില്ല, നമുക്ക് എസ്കേപ്പ് അടിച്ചിട്ട് പോവാം. ആൻഡ് ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ എടുക്കാം. ആൻഡ് നമ്മുടെ ബോട്ട് എടുത്ത് തുഴയണ്ടല്ലോ അല്ലേ. നമുക്ക് എന്തായാലും ഈ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ കയ്യിലെടുക്കാം. ഇനി എന്തായാലും നമ്മൾ സ്പോണിലാണ് എത്തിയെങ്കിൽ പറയാനായിട്ട് പറ്റില്ല. സോ ഇനി എന്തായാലും നമ്മൾ ഈ ഒരു സ്ട്രോങ് ഹോൾഡിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് 3 എൻഡർ ചെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 3 എൻഡർ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ചാടുകയാണ്. ചെറുതായിട്ട് എന്തോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രശ്നമുണ്ട് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതെന്തായാലും വരുന്നത്. മിനിറ്റല്ല, സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് വരുന്നത്. ആൻഡ് ഇനി നമ്മൾ ഇതിനങ്ങനെ പോയിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒന്നും കൂടി ചാടിക്കഴിഞ്ഞാൽ നമ്മൾ സ്പോണിലോട്ടേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. അതെ, അങ്ങോട്ടേക്ക് തന്നെയാണ് തോന്നുന്നത്. യെസ്, അവിടോട്ടേക്ക് തന്നെയാണ്. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നമ്മുടെ ബേസിലോട്ടേക്ക്. സോ എന്തായാലും ഞാൻ ബേസിലോട്ടേക്ക് എത്തട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. നമ്മൾ ബേസിലോട്ടേക്കൊക്കെ എത്തിയിട്ട് നമുക്ക് എന്തായാലും ഇനി അൺബ്രേക്കിങ്ങും എൻഡിങ്ങും ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇടണം. നമ്മുടെ കയ്യിൽ ബുക്കില്ലല്ലോ അല്ലേ. ബുക്ക് അപ്പുറത്ത് അവിടെയാണ് തോന്നുന്നു. സോ അതെന്തായാലും നമുക്ക് ഓഫ് ക്യാമറയിൽ ഞാൻ ചെയ്യാം. നമുക്ക് ഒരു തവണ പറക്കണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത്. ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വലിയൊരു ക്രീപ്പർ ഫാമും കാര്യങ്ങളൊക്കെ കെട്ടണം. പിന്നെ XPക്ക് വേണ്ടിയിട്ട് XP ഫാമും കാര്യങ്ങളൊക്കെ കെട്ടണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരൊറ്റ ഗൺ പൗഡറേ ഉള്ളൂ. ഒരേ ഗൺ പൗഡറേ ഉള്ളൂ. ഒരേ ഗൺ പൗഡറേ ഉള്ളൂ എന്ന് തോന്നുന്നു. സോ പേടിക്കേണ്ട, നമുക്ക് മറ്റേ ഗെയിമിൻ്റെ അകത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ അകത്തൊന്നും വേറെ ഗൺ പൗഡറും കാര്യങ്ങളൊന്നും കാണാനായിട്ടില്ല. ആൻഡ് ഈ ഒരു എൻഡർ ചെസ്റ്റ് നമുക്ക് ഇവിടെ ആയിട്ട് ഫർണസിൻ്റെ മുകളിൽ വയ്ക്കാം. നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ ഒരു ഷൾക്കർ ബോക്സിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു.
ആൻഡ് ഇതിൻ്റെ അകത്തോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെല്ലും പിന്നെ നമുക്ക് കിട്ടിയ സംഭവവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു ഷെല്ലിൻ്റെ അകത്ത്. ആൻഡ് ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സംഭവവും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പോകാം. ഗൺ പൗഡറും ഇവിടുന്ന് എൻ്റർപേൾ ചെയ്താൽ മതി അങ്ങോട്ട് എത്താനായിട്ട്. ഇവിടെ നിന്ന് ഒറ്റക്ക് ക്രീപ്പറിനെ കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും ക്രീപ്പേഴ്സൊക്കെ. ഇപ്പോൾ ഇവിടെ ഒന്നും ഒരൊറ്റ ഒരെണ്ണത്തിനെ പോലും കാണാൻ. ഇഷ്ടംപോലെ സ്കെൽട്ടൻസ് ഉണ്ടല്ലോ. ഓ, അതാ താഴെ ഒന്നുണ്ട്, അവനെ പിടിക്കാം. പൊട്ടല്ലേ? ഓ, പൊട്ടി. അയ്യോ 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 അയ്യോ. ഓർഡർ. നമ്മൾ ഡ്രാഗനെ കൊല്ലുമ്പോൾ ചത്തിട്ടില്ല, ഇനി ഇവിടെ ചത്ത് കഴിഞ്ഞാൽ നാണക്കേടാണ്. ഇവനെ ഇവനിപ്പോൾ അവനവിടെ ഇരിക്കട്ടെ. നമുക്ക് അവനെ കൊല്ലാനായിട്ട് ചെറുതായിട്ട് പേടി. അയ്യോ, സ്കെൽട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പേടിയുള്ളത്. കാരണം അവിടെ നമ്മൾ അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും മറ്റവന്മാരൊക്കെ ഒരുമിച്ച് വരിക. ഇതിപ്പോൾ ഡ്രാഗനേക്കാളും പാടാണല്ലോ ഇവിടെ ജീവിക്കാനായിട്ട് ഓവർ വേൾഡിൻ്റെ അകത്ത്. ഡ്രാഗനെ ഞാൻ ഒരൊറ്റ തവണ പോലും ചാവാതെയാണ് അവനെ കൊന്നത്. ആൻഡ് നമ്മൾ എൻഡിൽ പോയിട്ട് ഒറ്റ തവണ പോലും ചത്തിട്ടില്ല. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഇവിടെ ആയിട്ട് കുറേ ഗൺ പൗഡേഴ്സ് ഉണ്ടാവുമല്ലോ. സോ ഞാൻ എന്തായാലും കുറച്ച് ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. നമ്മളിത് റോക്കറ്റും കാര്യങ്ങളൊക്കെ 12 ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമ്മൾ പറക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് റെഡി, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. റെഡി, 1 2 3 ജമ്പ്. ഓക്കെ, നമ്മളിത് അങ്ങനെ ഫസ്റ്റായിട്ട് നമ്മൾ വേൾഡിൻ്റെ അകത്ത് പറന്നിട്ടുണ്ട്. ആൻഡ് ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ഇത് കാണാനായിട്ട്. റെൻഡർ ഡിസ്റ്റൻസും കൂടി ഇത്തിരി കൂട്ടിയതാണ് വെച്ചാൽ പൊളിച്ചേനെ. ആൻഡ് നമ്മൾ ഓഫ് ക്യാമറയിൽ ഇത്രയും കൂടി ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സ്റ്റാക്കിന് മേലെ റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു ഇതിനൊക്കെ ചെയ്യുന്നതായിരിക്കും, ക്രീപ്പർ ഫാമും കാര്യങ്ങളൊക്കെ. ആൻഡ് ഗൈസ്, നമ്മളിതിൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്കത് ട്രെയിനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബേസിലോട്ടേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇനി എന്തായാലും നമുക്ക് ഔട്ട്റോയും കാര്യങ്ങളൊക്കെ പറയാം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ. I'm the king when I'm in the rain. Got my G when I'm in the vein. Gone pics on a middleman. Ain't nothing but a gold thing.